സുഹൃത്തുക്കളെ, കമന്റ് റിയാക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഒരു ഗംഭീര പോസ്റ്റാണ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുള്ളത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പോസ്റ്റാണ് തന്നെ. ഞാൻ ഇതിനെക്കുറിച്ച് പറയും. ഇങ്ങനെയാണ്: ഗുരുവായൂരപ്പന്റെ കുളമാണത്. അവിടെയാണ് ഞങ്ങൾ കുളിക്കുന്നത്. അത് അന്യജാതിയിൽപ്പെട്ട ഒരാൾ തൊട്ടാൽ അശുദ്ധമാകും. അശുദ്ധമായ കുളത്തിൽ കുളിച്ചു ചെയ്യുന്ന പൂജകളൊന്നും പിന്നെ പരിഗണിക്കില്ല. കൃത്യമായിട്ട് വായിക്കണം കേട്ടോ. കുളം വീണ്ടും ശുദ്ധിയാക്കണമെങ്കിൽ ആദ്യം മുതലുള്ള പൂജകളും ശീവേലിയും ഒക്കെ വീണ്ടും ആവർത്തിക്കണം. അതാണ് ആചാരം. ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി, ഇദ്ദേഹമാണ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നോ ക്യാപ്പിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഇപ്പോഴും ഈ ജാതി മതമൊന്നും വിട്ടുപോകാത്ത ആളുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ പല ആളുകൾക്കും വലിയ കൺഫ്യൂഷനൊക്കെ ആയിരിക്കും. സുഹൃത്തുക്കളെ, ഇവിടെ താഴത്ത് ഒരാളുടെ ഒരു കമന്റാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഈ പൂജ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. ഒന്ന്, താഴ്ന്ന ജാതിക്കാരൻ കല്ലിൽ ഒരു രൂപത്തെ കൊത്തിയെടുത്ത് പൂജ ചെയ്ത് കഴിഞ്ഞാൽ അത് ദൈവമായി മാറും. പിന്നീട് നമ്പൂതിരി അല്ലാതെ വേറെ ആര് കല്ല് തൊട്ടാലും അത് അശുദ്ധമാകും. ഈ ചില കമന്റുകളില്ലേ, ഭയങ്കര ഹൈലി ഇൻഫോർമേറ്റീവ് ആണെന്നൊക്കെ പറയേണ്ടി വരും. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നല്ല വിവരമുള്ളവന്മാരുണ്ട്. അവർ ചിലപ്പോൾ ചില കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് തന്നെ പരിശോധിച്ച് അങ്ങോട്ട് എഴുതി കളയും. നമുക്ക് വേറൊരു ഉത്തരം പറയാനുണ്ടാവില്ല. നോക്കൂ, 2, കുളിച്ച് വൃത്തിയായി ക്ഷേത്രത്തിൽ ചെന്ന് പുഷ്പാഞ്ജലി വാങ്ങുമ്പോൾ അറിയാതെ തന്ത്രിയുടെ കയ്യിൽ മുട്ടിയാൽ അശുദ്ധമാകും. എന്നാൽ ദക്ഷിണയായി നൽകുന്ന മീനിന്റെ ചിതമ്പലും ബീഫിന്റെ ചോരയും പറ്റിയ നോട്ട് അരയിൽ തിരികിയാൽ ശുദ്ധിയാകും. അല്ലേ? ഇവരൊക്കെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ തൊടാൻ പാടില്ല, അങ്ങോട്ട് പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന കൊറോണത്തിനെ കാണാം. പക്ഷെ നമ്മൾ കൊടുക്കുന്ന തിടപ്പള്ളിയിൽ മറ്റും ഇട്ടുവെക്കുന്ന പൈസ എത്ര ആളുകളിലൂടെ കടന്നുപോയതാണ്. ചിലപ്പോൾ ആ നോട്ടില് മീനിന്റെ ചെതമ്പിലുണ്ടാവില്ലേ, മീൻകാരം ഉപയോഗിച്ചിട്ടുണ്ടാവില്ലേ. ഒരുപക്ഷെ ഏറ്റവും മീനിയൽ ജോബ് ചെയ്യുന്ന ആളുകൾ എന്നൊക്കെ പറയപ്പെടുന്ന ആളുകളൊക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ടാവില്ലേ. അങ്ങനെ എത്രയോ ജാതി ഉള്ളവരും ജാതി ഇല്ലാത്തവരും മതമുള്ളവരും മതമില്ലാത്തവരും മതക്കാരും അന്യമതക്കാരും ഈ മതക്കാരെന്ന് വേണ്ട സകലമാന ജനങ്ങളും തൊട്ട നോട്ട് ഒരു മടിയും കൂടാതെ വാങ്ങിച്ച് ഇവര് മടിയിൽ തിരുകും. അപ്പൊ ഒരു അശുദ്ധിയില്ല കേട്ടോ, ഒരു അശുദ്ധിയില്ല. കഴിഞ്ഞിട്ടില്ല. അഹിന്ദു ക്ഷേത്രത്തിൽ കയറിയാലോ തൊട്ടാലോ അശുദ്ധിയാകും. പൂജ ചെയ്ത് മന്ത്രം ചൊല്ലിയാൽ വീണ്ടും ശുദ്ധിയാകും. എങ്ങനെയുണ്ട്? മാലിന്യം കഴിക്കുന്ന കാക്കയും പൂച്ചയും കുളത്തിലെ വെള്ളം കുഴിച്ചാൽ ഒരു അശുദ്ധി ഇല്ല. മനുഷ്യന് മാത്രമാണ് അശുദ്ധി ഉള്ളത്, അന്യജാതി ഉള്ളത്. അല്ലേ? ഇമാതിരി ഗംഭീര ഒരു എഴുത്ത്, ഒരു കമന്റ് കാണുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് വിചാരിച്ചത്, പല ആളുകൾ ഈ കമന്റ് ചിലപ്പോൾ നോക്കാതൊക്കെ പോകാറുണ്ട്. കമന്റ് നോക്കണം. കമന്റിലാണ് നമുക്കുള്ള വിവരങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതിന്റെ താഴത്തോട് വേറെ സംഗതിയുണ്ട്. അന്യജാതിയിൽ പെട്ടവരെല്ലാം തൊട്ട നോട്ടുകൾ, നാണയങ്ങൾ, ആഭരണങ്ങളൊക്കെ കയ്യിലിട്ട് വരക, മടിയിൽ തിരുകാം, പോക്കറ്റിൽ താഴ്ത്താം, ഒരു കുഴപ്പവുമില്ല, ഒരു അശുദ്ധിയുമില്ല. അതുമൂലം ഒരു പരിഗണനക്കുറവും ഉണ്ടാവുകയുമില്ല. എമ്മാതിരി വിഷഗവ്യങ്ങളെന്ന് മഹേഷ് വി പുരുഷോത്തം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ താഴത്ത്, കീഴ്ജാതിക്കാരൻ തൊട്ടാൽ അശുദ്ധമാകുന്ന ദൈവത്തിനെ എന്തിനു വെച്ച് പൂജിക്കണം? തന്നെ വേണ്ടാത്തവനെ തനിക്കും വേണ്ട എന്ന് കരുതിയാൽ പോരെ എന്നാണ് അജിത് കുമാർ എന്ന് പറയുന്ന മനുഷ്യന്റെ എഴുത്ത്. ദേവന്റെ മുതൽ കട്ടു തിന്നുന്ന കാര്യത്തിൽ സവർണന് ഒരയിത്തവുമില്ല എന്നുകൂടി ഒരാൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒരാള് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത് ഇതാണ് യഥാർത്ഥ തീവ്രവാദം. അല്ലേ? ആണെന്നേ. അന്യജാതി, അന്യമതം, മീൻ ചെതുമ്പൽ പറ്റിയ കൈനീട്ടം, മൂത്രത്തിൽ വീണ നോട്ട് ഒന്ന് വ്യാഖ്യാനിക്കുമോ തിർമേണി? അതായത് തങ്ങളുടെ കയ്യിൽ കിട്ടുന്ന നോട്ടിൽ നിങ്ങൾക്ക് അശുദ്ധി ഒന്നുമില്ല എന്ന് ചോദിക്കുന്നേ. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പണം കിട്ടുന്ന പരിപാടിയാണെങ്കിൽ ഇവന്മാരൊക്കെ എവിടെയും കയറും. സിംപ്ലി പറഞ്ഞുതരാം. ഒരു കാലഘട്ടങ്ങളിൽ ഇവരൊക്കെ അകറ്റി നിർത്തിയിരുന്ന, എത്രയോ അടിക്ക് അപ്പുറത്തേക്ക് അകറ്റി നിർത്തുന്ന ചാർന്ന ജാതിക്കാരെന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരെ തൊട്ടിട്ടില്ല, തൊടാൻ പാടില്ല, കാണാൻ പാടില്ല, അമ്മാതിരി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കാലമേറെ കഴിഞ്ഞു. അവസാനം പണമാണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു സംഭവം എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇതേ പറയുന്ന താഴ്ന്ന ജാതിക്കാരന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു നല്ല പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈ മാതിരി പരിപാടി 4 കല്ലും കൂട്ടി വെച്ച് നടുക്കെ തീ കൊണ്ടുണ്ടാക്കിയിട്ട് അതിലേക്ക് നെയ്യും മറ്റും ഒട്ടിച്ചിട്ട് അല്ലെങ്കിൽ ഒഴിച്ചിട്ട് പരിപാടി നടത്താൻ ഇവന്മാര് വരും. കാരണം പൈസ കിട്ടും, നല്ല ചിക്കിളി കിട്ടും. അത് ഒരു മടിയും കൂടാതെ വാങ്ങിച്ച് ഇളയിൽ തിരികെ പോവുകയും ചെയ്യും. ഒരു വെള്ളം തളിച്ച ശുദ്ധപുത്രൻ.
നമ്മൾ കൊടുക്കുന്ന നോട്ടിനിപ്പോൾ അവർക്ക് വല്ല അശുദ്ധിയെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് തളിച്ചാൽ മതി. നമ്മൾ ഏത് ലോകത്താന്ന് തളിച്ചു നോക്കിയാൽ ഒരു വെള്ളം തളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേലത്തുള്ള മീൻ ചെതുമ്പലും ഇനിയിപ്പോൾ മൂത്രത്തിൽ വീണിട്ടുണ്ടെങ്കിൽ ആ മൂത്രമൊക്കെ അങ്ങോട്ട് ശുദ്ധിയായി മാറുമോ? ഇത് എവിടത്തെ സയൻസ് ആണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല, കഴിഞ്ഞിട്ടില്ല. എല്ലാവരും എഴുതിയിരിക്കുന്ന സംഗതി ഇതാണ്: നോട്ടുകൾക്കും പൈസകൾക്കും ഇതൊന്നും ബാധകമാകില്ലേ, ഭഗവാൻ ഇല്ലാത്ത അയിത്തം ശുദ്ധി, ഇതൊക്കെ പൂജാരിക്ക് വേണോ? ആദ്യം മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കണം. കാരണം ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ഭഗവാന് മുന്നിൽ ഒന്ന് തന്നെ അല്ലേ? ദൈവത്തിന് മുന്നിൽ എല്ലാവരും ഒന്ന് എന്നൊക്കെ ദൈവം പറയുന്നു. എന്നാൽ ഇവന്മാരതിൻ്റെ ഇടയിൽ കയറി നിന്നിട്ട് അവർ വേറെയാണ്, ഇവർ വേറെയാണ്, അത് ഒട്ടുകൂടുന്ന ജാതിയാണ്, അത് ഒട്ടുകൂടാത്ത ജാതിയാണ്, ഇത് മാല മാത്രം കെട്ടുന്ന ജാതിയാണ്, അത് ഇന്നത് മാത്രം കൊട്ടുന്ന ജാതിയാണ്, അത് പാടുന്ന മാത്രം ജാതിയാണ് എന്ന് പറഞ്ഞ് ഈ പറയുന്ന പഹയന്മാരല്ലേ ഈ വേർതിരിവുകളൊക്കെ ഉണ്ടാക്കിയത് അല്ലേ? ഒരുപാട് ആചാരങ്ങളും വിശ്വാസങ്ങളും പൊളിച്ചു കാണിച്ച ക്ഷേത്രമാണതെന്ന് കൂടി എഴുതിയിട്ടുണ്ട്. ഒരു കാര്യമില്ല, പഴയതിലേക്ക് തന്നെയാണ് കൂപ്പിക്കുത്തിക്കൊണ്ടത്. നോക്കി, ഇത്തരം അനാചാരങ്ങളാണ് നിങ്ങളുടെ ജീവിതമാർഗം. ശരിയാണ്, ഇത്തരം അനാചാരങ്ങളാണ് ഇത്തരം ആളുകളുടെ ജീവിതമാർഗം. തന്ത്രി കുളത്തിൽ വീണുപോയെന്ന് കഴുതുക ഒരു ഉദാഹരണമാണ്. ഈ സമയത്ത് നിങ്ങൾ പറയുന്ന അന്യജാതിക്കാരൻ ആ വഴി വരുമ്പോൾ ആ രംഗം കണ്ടു താങ്കൾ രക്ഷിക്കണോ അത് അശുദ്ധി നോക്കി പോകണോ? സിമ്പിൾ ചോദ്യമല്ലേ? ഇനി ഒന്നും വേണ്ട. ഈ പറയുന്ന ഈ പ്രസ്തുത തന്ത്രിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന തന്ത്രിമാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു, ഒരല്പം ചോര കുത്തി കയറ്റേണ്ടി വന്നു എന്ന് വെക്കുക. ഈ സ്വന്തം സ്വജാതിയിൽ തന്നെയുള്ള ചോര തന്നെ കിട്ടുമോ? നമ്പൂരി സമുദായത്തിൽപ്പെട്ട ചോര മാത്രം മതി എന്ന് ഇവന്മാരൊക്കെ പറയുമോ? ഇല്ല. അപ്പൊ പിന്നെ അത് എ പോസിറ്റീവ് ആരെ കിട്ടുക? അത് താന്ന ജാതിയായാലും കുഴപ്പമില്ല, മുന്തിയ ജാതിയായാലും കുഴപ്പമില്ല, ഹിന്ദു ആയാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ അത് മുസ്ലിം ആയാലും കുഴപ്പമില്ല, ഏത് നാലാം വേദക്കാരനോ ഏത് വേദക്കാരനായാലും ഇവന്മാർക്ക് അപ്പോൾ ഒരു കുഴപ്പമില്ല. അതൊക്കെ അപ്പൊ സ്വീകരിക്കാം. ജീവൻ പോണ പരിപാടിയില്ലേ? അപ്പൊ പിന്നെ ഇമ്മാതിരി കോലാഹലങ്ങളും ഇമ്മാതിരി വെള്ളം തളിക്കലും ഇമ്മാതിരി പുണ്യാഹം തളിക്കലും ഒന്നും ഉണ്ടാവില്ല. 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത വർഗം എന്നാണ് ജലീൽ വാലി എന്ന് പറയുന്ന മനുഷ്യർ എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാവരും പണം തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരാൾ എഴുതിയിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ ശബരിമല തീർത്ഥാടന കാലത്ത് കേരളത്തിൽ പുറത്തുനിന്ന് വരുന്ന ശൗച്യം ചെയ്യുന്ന ഈ കുളത്തിലാണ്. ആണോ? പട്ടച്ചവനെ, അമ്മ ഇവരോടൊക്കെ ഉണ്ട്, നമുക്ക് അറിയില്ല കേട്ടോ. ഒരാള് ഗുരുവായൂരപ്പൻ യാദവനാണ്, താഴ്ന്ന ജാതിക്കാരനാണ്, അദ്ദേഹത്തെ പൂജിക്കുന്നത് നിങ്ങൾക്ക് അപ്പം തന്നെ അശുദ്ധിയാവില്ലേ എന്നൊക്കെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് കമന്റുകൾ വായിക്കണം. കമന്റുകൾ നമുക്ക് നല്ല ബോധ്യം തരും. കമന്റുകൾ ഇത്തരക്കാർക്കുള്ള നല്ല ഉത്തരങ്ങളാണ്. കമന്റുകൾ ഒരു സോഷ്യൽ മീഡിയയിലെ സമൂഹമാണ്, ഒരു കൂട്ടം ആളുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ പറഞ്ഞ ഡയലോഗ് ഒരു പൊതു സ്ഥലത്ത് വന്ന് നിന്നാണ് പറയുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെ പലയിടത്തു നിന്നായിട്ട് പൊന്തി വരുന്ന അർത്ഥം. അതുകൊണ്ട് കമന്റുകൾ വായിക്കണം. അല്ലെങ്കിൽ ഇതാ ഞാൻ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ചില കമന്റുകൾ ഏറ്റവും പ്രസക്തമായിട്ടുള്ള അറിവ് നൽകുന്ന ബോധോദയം നൽകുന്ന കമന്റുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഒന്ന് സബ് ചെയ്ത് ഒപ്പം കൂടണേ. ബൈ.